ഹായ് ഫ്രണ്ട്സ്, ഞാൻ സാമ്പാർ ചീരയുടെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് സാമ്പാർ ചീര കട്ട് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് വന്നതാണ്, കരിയിലക്കുളങ്ങരയിലെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് സാമ്പാർ ചീര കട്ട് ചെയ്യുകയാണ്. കത്തിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് ഒടിക്കാവുന്നുള്ള കാര്യമേ ഉള്ളൂ. പണ്ടില്ല വെറ്റമഷിയൊക്കെ ഉണ്ടല്ലോ, ഈ സ്ലേറ്റൊക്കെ തുടയ്ക്കാൻ വേണ്ടിയുള്ള അതുപോലുള്ള ഒരു ചെടിയാണ് ഈ സാമ്പാർ ചീര എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാവുന്നുള്ള കാര്യമേ ഉള്ളൂ. പിന്നെ ഞാനൊരു കത്തി എടുത്തന്നേ ഉള്ളൂ. ഒരു കൈ പിടിക്കുള്ള സാമ്പാർ ചീരയെ ഞാൻ എടുത്തോളൂ. നമുക്ക് അന്ന് ഒരു നേരത്തേക്കോ അല്ല 2 നേരത്തേക്കുള്ള ആവശ്യത്തിന് എടുത്താൽ മതി. അല്ലാതെ വെറുതെ ഇത് പിച്ചി നമ്മൾ വെറുതെ വേസ്റ്റായി കളയണ്ടല്ലോ. അങ്ങനെ ഞാൻ ഒരു കൈക്കുള്ളത് എടുത്ത് അങ്ങനെ ഞാനിത് പിച്ചിക്കൊണ്ട് വന്നപ്പോൾ ഞാനിത് ഞങ്ങളുടെ വല്യമ്മയായിട്ട് കാര്യം പറയുക. വല്യമ്മ എന്നോട് പറയുക കൊണ്ടുപോയി നടാനെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നട്ട്, അപ്പോൾ അത് വെള്ളം വന്ന് പോയി. പക്ഷേ വല്യമ്മ അറിയുന്നില്ല ഇത് വീഡിയോ എടുക്കുന്നെന്ന്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ നിൽക്കത്തില്ല. അങ്ങനെ ഞാൻ വല്യമ്മയായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വല്യമ്മ പോവാന്നും പറഞ്ഞുകൊണ്ട് ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങാനായിട്ട് നിന്നപ്പോൾ വല്യമ്മ പറഞ്ഞു കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കാനെന്ന്. അങ്ങനെ ഞാൻ ഇച്ചിരി നേരം വല്യമ്മയുടെ വീട്ടിൽ പോയിന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഞാനിങ്ങോട്ട് വന്ന്, അങ്ങനെ വീട്ടിൽ വന്ന് വൈകിട്ടാണ് ഇത് ഞാൻ പിച്ചുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ചീര എടുത്ത് വൈകിട്ടത്തേക്ക് തോരൻ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വൃത്തിയാക്കി എല്ലാം കഴുകി എല്ലാം എടുത്ത്, അങ്ങനെ ഞാൻ അതെല്ലാം വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് അരിയാൻ ഒരുങ്ങി. എനിക്കാണെങ്കിൽ ഈ കയ്യറ ഇടാതെ അരിയാൻ പറ്റത്തില്ല, എനിക്ക് കൈ മുറിയും, അതൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയ്യറ വെച്ചേ ഇത് അരിയത്തുള്ളൂ. അങ്ങനെ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ ആ കയ്യറ അങ്ങ് മാറ്റി വേറെ ഒരു കയ്യറ എടുത്ത്. അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട് തേങ്ങ തീർന്ന്, തേങ്ങ ഒന്ന് പൊതിച്ച് തരണേ എന്നൊക്കെ പറയുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് ബ്രഹ്മോണ്ടിന് തേങ്ങ പൊതിക്കാൻ ഭയങ്കര മടിയാണ്. നേരത്തെ രാവിലെ പറയണം, എങ്കിൽ മാത്രമേ പൊതിച്ച് വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് തോരൻ വെച്ച് തരണമെന്നുണ്ടെങ്കിൽ തേങ്ങ തിരിങ്ങി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പോയി തേങ്ങ പൊതിച്ച് തന്ന്. 2 എണ്ണം പൊതിക്കാൻ പറഞ്ഞു, 1 എണ്ണം പൊതിച്ചപ്പോഴത്തേക്ക്. അങ്ങനെ ചമ്മേലിയുടെ പരാതി പറച്ചിലും കാര്യങ്ങളും എല്ലാം കേട്ട് ബ്രഹ്മോണ്ടൻ അവിടെ നിന്ന് തേങ്ങ പൊതിച്ച് തന്നു. അങ്ങനെ പൊതിച്ച് തന്ന തേങ്ങ ഞാൻ പൊട്ടിച്ച് 2 ആക്കി. വെള്ളത്തിന് വേണ്ടി ചമേലി അവിടെ നിൽപ്പുണ്ടായിരുന്നു. വെള്ളമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെന്താ വെള്ളമില്ലാനി എന്നുള്ള ചോദ്യമായി അടുത്തത്. അങ്ങനെ തേങ്ങ തിരുമ്മി ഞാൻ അരമുറി തേങ്ങയുടെ പകുതി മതി, ഒരുപാട് വേണ്ട. തോരനൊക്കെ തേങ്ങ ഒരുപാടായി കഴിയുമ്പം ഒരു ടേസ്റ്റ് വരത്തില്ല, തേങ്ങയുടെ ടേസ്റ്റേ വരത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് തിത്തിരിയുടെ പഠിത്തവും നടക്കുന്നുണ്ട്, എൻ്റെ തോരൻ വെപ്പ് നടക്കുകയാണ്. കുഞ്ഞാത്തുമ്മയുടെയും 6 മക്കളിൽ മൂത്തവനായ കരയോല പറമ്പിൽ 1908 ജനുവരി 21 ബഷീർ ജനിച്ചു. അങ്ങനെ തിരുമ്മി വെച്ച തേങ്ങ കൂടാതെ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട്, മഞ്ഞൾപ്പൊടി ഞങ്ങളുടെ മില്ലിൽ തന്നെ പൊടിക്കുന്നതായതുകൊണ്ട് നാടൻ മഞ്ഞൾ തന്നെയാണ് ഞങ്ങൾ കറിക്കെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതലിടും. അങ്ങനെ അതിനകത്ത് തേങ്ങയും കൂടെ ഇട്ട് ഞാൻ അരച്ച് ചതച്ച് വെച്ച്, ഇത് ഈ ചട്ടിക്കകത്താണ്, ചീനിച്ചട്ടിക്കകത്താണ് ഞാൻ മിക്ക കറികളും എല്ലാം വെക്കുന്നത്. കാരണം ഇതിനകത്ത് വെച്ച് കഴിയുമ്പം കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വേറെ ഇതിനകത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇത് വരത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ഒരു ചട്ടിക്കകത്താണ് വെക്കുന്നത്. അങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ സാമ്പാർ ചീര അതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട്
ഇത് ഒരു ഏറി വന്നാൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ തോരൻ വെക്കാനാണ്. കാരണം പെട്ടെന്നാണ് ഇതങ്ങ് വാടുന്നത്. ഉപ്പിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പിന്നെ നമ്മളിതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് തേങ്ങ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ചെല്ലത്തില്ല. അതിന് ആദ്യമേ നമ്മൾ ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചേച്ചൊന്ന് അടച്ച് വെക്കുക. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് സെറ്റായി. അപ്പോൾ ഇതിനകത്ത് ആ ജലാംശം ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ സൈഡിലെല്ലാം ഇങ്ങനെ തിളയ്ക്കുന്ന രീതിയാകും. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒപ്പം കുറേ ജലാംശം അങ്ങ് പോകും. ഇനിയുള്ള ഒരു ട്രിക്കെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ മുട്ട പൊട്ടിച്ചഴിക്കണം. ഈ സാമ്പാർ ചീരയുടെ തോരൻ വെക്കുമ്പോൾ ഉറപ്പായിട്ടും മുട്ട അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചിടണം. അപ്പം 3 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചത്, കോഴിമുട്ടയാണ്. അപ്പോൾ ഈ വെന്തിരിക്കുന്ന ആ ചീരയുടെ തോരനകത്തോട്ട് ഈ മുട്ട അങ്ങോട്ട് ഒഴിച്ച് മഞ്ഞയൊന്നും മാറ്റാനൊന്നും പോയില്ല. അത് എല്ലാം കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ജലാംശവും പോയി തോരനാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം നമുക്ക് സാധാരണ നോർമൽ തോരൻ എങ്ങനെയാണോ കഴിക്കുന്നത് അന്നേരം അതുപോലെ കഴിക്കാം. അതുപോലെ നമ്മൾ ഈ നമ്മുടെ പച്ചച്ചീരയൊക്കെ ഉണ്ടല്ലോ അതും ഇതുപോലെ തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ കുഴന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതി. ആ തോരനാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. തോരൻ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ഞാൻ അത് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തോരനെല്ലാം റെഡിയായി നല്ല ഡ്രൈ ആയി ഇരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.